രാജസ്ഥാനിലെ ജയ്സാൽമറിൽ നടന്ന GST കൌൺസിലിന്റെ 55ാമത് യോഗത്തിൽ ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട നിരവധി തീരുമാനങ്ങളെടുത്തു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന ധനമന്ത്രിമാർ, ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. GST കൌൺസിൽ ഫോർട്ടിഫൈഡ് അരിയുടെ നിരക്ക് 5% കുറക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രീ പാക്കേജ് ചെയ്തതും ലേബൽ ചെയ്തതുമായ ഇനങ്ങളുടെ നിർവചനത്തിൽ ഭേദഗതി വരുത്താൻ കൌൺസിൽ ശുപാർശ ചെയ്തു. പല ഇനങ്ങളുടെയും നികുതി നിരക്കുകൾ കുറയ്ക്കാനോ ഒഴിവാക്കാനോ തീരുമാനിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. ജീൻ തെറാപ്പി GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബാങ്കുകളുടെയും NBFCകളുടെയും പിഴച്ചാർജുകൾ, വൈകിയുള്ള പേയ്മെന്റ് ഫീസ് എന്നിവയ്ക്ക് GST ഈടാക്കില്ല. ദേശീയ നൈപുണ്യ വികസന കൌൺസിലിന്റെ പരിശീലന പങ്കാളികളെ GSTയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനിച്ചു. വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു ശേഷം ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Equally, it was just not the question of rate ko kam karo. It was also a question of kitne slab ho gaye. 5, 12, 18, 28 or more or less. Simplification cannot be more. But yet, is there a justification for adding one more but cutting down one? So there is still a lot of detailed germane to the issue of rate rationalization and simplification, which are yet to be finalized. എയർ ടർബൈൻ ഇന്ധനം GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനെ സംസ്ഥാനങ്ങൾ എതിർത്തതിനാൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ആരോഗ്യ ഇൻഷുറൻസിന്റെ GST നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. ചെറുകിട കമ്പനികളുടെ രജിസ്ട്രേഷനിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതിനുള്ള കൺസെപ്റ്റ് നോട്ടിന് കൌൺസിൽ തത്വത്തിൽ അംഗീകാരം നൽകി. ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി ഓർഡർ ചെയ്യുന്ന ഭക്ഷണത്തിനുള്ള ഡെലിവറി ചാർജുകളിൽ GST കുറയ്ക്കാനുള്ള നിർദ്ദേശം മാറ്റിവെച്ചു. ഇൻഷുറൻസ് വിഷയങ്ങളിൽ സമവായമില്ലെന്ന് മന്ത്രിസംഘം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇൻഷുറൻസ് കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും കൌൺസിൽ മാറ്റിവെച്ചു. വ്യാപാരി കയറ്റുമതിക്കാർക്കുള്ള നഷ്ടപരിഹാര സെസ് കുറയ്ക്കും. പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5% നികുതി ഏർപ്പെടുത്തും. വ്യക്തികൾ തമ്മിൽ വിൽക്കുന്ന പഴയ EVകൾക്ക് GST ഉണ്ടായിരിക്കുന്നതല്ല. അതേസമയം ഏതെങ്കിലും കമ്പനികൾ ഉപയോഗിച്ച EVകളോ പെട്രോൾ ഡീസൽ വാഹനങ്ങളോ വിൽക്കുകയാണെങ്കിൽ അതിനുള്ള GST നിരക്ക് 18% ഉയർത്തുമെന്നും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ പരിമിതമായ നികുതി അധികാരങ്ങളെ ചോർത്തുന്ന ഒരു നടപടിയും കേരളത്തിന് സ്വീകാര്യമല്ലെന്ന് യോഗത്തിൽ വാദിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ചെറുകിട മേഖലയെ സഹായിക്കുന്നതിനും കമ്പോളത്തിന്റെ കുത്തകവൽക്കരണം തടയുന്നതിനും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞെന്നും KN ബാലഗോപാൽ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.